ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവിധ വാദങ്ങളും പ്രതിവാദങ്ങളുമെല്ലാം. ഒരു തൊഴിലിടം എന്ന നിലയിൽ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ സ്ത്രീകൾ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്നു എന്നൊരു കാര്യം ഒരു പുതിയ അറിവല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ അതിന്റെ ഇത്ര സ്കെയിലിൽ, ഇത്ര ലാർജ് സ്കെയിലിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവ് തരാൻ ഈ കമ്മീഷൻ റിപ്പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൈത്രേയൻ ഈ റിപ്പോർട്ടിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ റിപ്പോർട്ട് വരാതെ തന്നെ അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സിനിമയുടെ ലോകം സവിശേഷമായി മനുഷ്യരുടെ ശ്രദ്ധയ്ക്ക് ഉണ്ടാകുന്നത് എല്ലാവരുടെയും കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്ന, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മേഖലയ്ക്ക് അകത്ത് അത് നടക്കുന്നു എന്നറിയുമ്പോഴാണ് നമുക്കിത് ഇതൊരു ഇത്രയും കൗതുകം ജനിപ്പിക്കുകയും ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ഇത് സഹായിക്കും എന്നുള്ള നിലവാരത്തിലാണ് ഞാനത് കാണുന്നത്. സിനിമാ മേഖല മനുഷ്യരുടെ സ്വപ്ന മേഖലയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ സമയവും ഉള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല, ഒരു ദിവസവും അല്ല, 2 ദിവസവും അല്ല, എല്ലാ ദിവസവും ശ്രദ്ധയ്ക്കകത്ത് വരുന്ന ഈ ന്യൂസ് കെട്ടടങ്ങാനൊക്കത്തില്ല. മാത്രമല്ല, അതൊരു വലിയ ലോകത്തിന്റെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു കലാരൂപമായി ഉണ്ടാകുകയും എല്ലാവരുടെയും മനസ്സിനെയും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറയും, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മേഖല കൂടെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ അത് ഇങ്ങനെ ഇൻഫർമേഷൻ എന്നൊക്കെ, എന്താണ്, ഇൻഫോർടൈൻമെന്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കാറുള്ളതെങ്കിലും ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതിനകത്ത് വിദ്യാഭ്യാസത്തിന് ശേഷം ഏറ്റവും വലിയ സാമൂഹിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയും കൂടാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ പറയുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിന്, ജെൻഡറിന്റെ പ്രശ്നങ്ങൾ, ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഏത് മേഖല എടുത്ത്, ജോലിക്കാരുടെ ലോകം എടുത്ത് അങ്ങോട്ട് പരിശോധിച്ച് നോക്കി അവിടെ എല്ലാം നമ്മളിത് കാണാൻ പറ്റും. ഇപ്പൊ നഴ്സുമാരുടെ ജീവിതമോ, ഡോക്ടർമാരുടെ ജീവിതമോ, അല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ് ഗേൾസിന്റെ ജീവിതമോ, അല്ലെന്നുണ്ടെങ്കിൽ PhD എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ലോകമോ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ എവിടെയാണോ ഇന്റേണൽ അസസ്മെന്റ് നടത്തി എടുക്കാൻ പറ്റുന്നത്. ഇനി ഓഫീസുകൾ എടുത്താൽ ട്രാൻസ്ഫർ വരുന്ന സമയത്ത്, അതുവരെ കൂലിയും കാര്യങ്ങളും ഒക്കെ എല്ലാം കൃത്യമായിരിക്കും. പക്ഷെ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാള് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവധി കിട്ടണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹെറാർക്കിക്കലായി നിൽക്കുന്ന ഏത് സിസ്റ്റത്തിനകത്ത്, കോടതി, ഞാൻ പറയുന്നത്, ഇത്രയും ഹരാസ്മെന്റ് നടക്കുന്ന ഒരു സ്ഥലം ചിലപ്പോൾ വേറെ കാണത്തില്ല. കോടതിയിൽ നിന്ന് ആളുകൾ ചർച്ച ചെയ്യാറ് പോലും ഇല്ല ഇങ്ങനെ ഹരാസ്മെന്റ് ഉണ്ടെന്ന്. കാര്യമുണ്ട്, അത്രത്തോളം പേടിക്കേണ്ടി വരും. അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. അല്ല സിനിമയുടെ പ്രശ്നമൊന്നുമില്ല. എവിടെയാണോ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം കൂടെ ഉണ്ടാകുന്നത് അവിടെ മുഴുവൻ വരും. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. കാരണം ഒരു സാധാരണ സിനിമ ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയാറുള്ളെങ്കിലും നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ല. അതുകൊണ്ട് അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് ഒറ്റ ഒരെണ്ണം ചെയ്തിട്ട് അയാളുടെ പാട്ടിന് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയാൾ കുത്തവാള എടുത്തു പോകുന്ന ഒരാളായിട്ട് മാറാനും പറ്റും. തുടർച്ചയുള്ള ഒരു സ്ഥാപനമൊന്നുമല്ല. ഒരു കർഷക തൊഴിലാളി അനുഭവിക്കുന്ന നിലവാരത്തിൽ അൺസർട്ടനിറ്റി ഉള്ള ഒരു ഏരിയയാണ്. വേണമെങ്കിൽ വിളിച്ചാൽ മതി. മിനിമം വേതനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ എല്ലാ സ്ഥലവും. പക്ഷെ അതിന്റെ അവിടെ ഒപ്പിട്ട് കൊടുക്കുന്നത് ഒരിക്കലും വാങ്ങാത്തതാണ് സകല നഴ്സുമാരുടെയും ലോകം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് സിനിമാക്കാരുടെ പ്രശ്നമൊന്നുമല്ല. സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഹെറാർക്കിക്കലായിട്ട് നിൽക്കുന്ന എല്ലാ മേഖലയ്ക്കകത്തും, അധികാരമുള്ള എല്ലാ മേഖലയ്ക്കകത്തും, അതിനകത്ത് സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ജെൻഡറിന്റെ മാത്രമല്ലാതെ ഈ ജാതിയും മതവും നിൽക്കുന്ന സാധനത്തിനകത്ത് ഈ അബ്യൂസ് മുഴുവൻ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ കാണണം. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയുള്ളത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതായ മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നം കൂടെ ആകുമ്പോൾ, അതുകൊണ്ട് അവിടെ തൊട്ടാൽ ബാക്കിയുള്ളിടത്തെല്ലാം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഹേമ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ സവിശേഷ മേഖലയിലും മാറ്റം വരുത്താൻ സഹായിക്കുന്നത്. നമ്മൾ വളരെ ഹെറാർക്കിക്കലായിട്ടുള്ള സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രാകൃതമായ ഗോത്രബോധവുമുള്ള മനുഷ്യരാണ്. കൃഷി സമൂഹത്തിനകത്തു നിന്ന് ഇടയ്ക്ക് യാതൊരു ഫാക്ടറിയിലും കടക്കാതെ നേരിട്ട് സർവീസ് സെക്ടറിലോട്ട് എത്തിച്ചേർന്ന ഒരു സമൂഹമാണ് കേരളം. അതുകൊണ്ടാണ് വളരെ പ്രാകൃത ബോധമുള്ള പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സകല സംവിധാനവും സകല ജാതിബോധങ്ങളും നിലനിൽക്കുന്നത് ഈ ഒരു പെട്ടെന്ന് സർവീസ് സെക്ടറിലോട്ട് എത്തിച്ചേർന്ന ഒരു സമൂഹമാണ് കേരളം. അപ്പൊ ഇടയ്ക്ക് ഫാക്ടറിയിൽ പോയി തുടർച്ചയായി ഒരു തൊഴിലാളി ബോധമൊക്കെ ഉണ്ടാകുകയും ഐക്യം ഉണ്ടാകുന്ന ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കേരളത്തിനകത്ത്. വളരെ ചെറിയ കുറച്ച് ഫാക്ടറികൾ, അതും തന്നെയും
ഈ കാർഷിക ഉൽപ്പന്നങ്ങളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള നമ്മൾ കയറ്റ് അവിടെയൊക്കെ സമരങ്ങളും ഉണ്ടായി നമ്മൾ കാണുന്നു. പുന്നപ്ര വയലാർ സമരമൊക്കെ ഉണ്ടാകുന്നത് അവിടെ ആ ഫാക്ടറി ആരംഭിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ കുറച്ച് തറികളും ഒക്കെ അവിടെ വടക്കൻ കേരളത്തിനകത്ത് നൂല് നോക്കുന്നത് അല്ലെങ്കിൽ വസ്ത്രം ഉണ്ടാക്കുന്നതൊക്കെയാണ് ആകപ്പാടെ നമുക്ക് നടന്ന വ്യവസായവൽക്കരണം. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് കൊണ്ട് നമ്മൾ ഈ കാർഷിക സമൂഹം എന്ന് പറയുന്നത് ജാതി ബദ്ധമായിരിക്കുന്ന ഹെറാർക്കിയുടെ മുഴുവൻ ചട്ടവട്ടം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിനകത്തുനിന്ന് പെട്ടെന്ന് സർവീസ് സെക്ടർ നമ്മൾ പറയുന്ന സ്ഥലത്തോട്ട്, അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ മലയാളികളെ അങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഞാൻ സാധാരണഗതിയിൽ പറയും ഉടുപ്പിട്ട ചിമ്പാൻസി എന്ന് പറയുന്നത് പോലാണ് നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര അത്ഭുതകരമാണ്. ആളുകളെല്ലാം ഷോക്ക് അടിക്കുന്നതാണ്. ഇത്രയധികം വിദ്യാഭ്യാസം ലഭിച്ചിട്ട് എന്താണ് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി പോയിരിക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നത്? ഇപ്പൊ കൽക്കട്ടയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലും, കൽക്കട്ടയിലെ ഫാക്ടറികളൊക്കെ വന്ന് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു പോയെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷന് വേറെ കാര്യങ്ങൾ, സർവീസ് സെക്ടറിന്റെ ക്ലാസ് റൂംസ് ഉണ്ടാകുക, അവിടെ വിദ്യാഭ്യാസം ഉണ്ടാകുക, അവിടുന്ന് നാട് കടത്തപ്പെട്ട ജനതയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും വർക്ക് ഫോഴ്സിനെ അയച്ചിട്ടുള്ളത്. ആ വർക്ക് ഫോഴ്സിന്റെ സമ്പത്ത് കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇതുവരെയും സ്വന്തം നിലവാരത്തിൽ ഒരു ഇണയെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരൊറ്റ വീട്ടിലുള്ള ഒരു സ്ത്രീയെ പോലും കിട്ടത്തില്ല. കലാപം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷന്റെ വ്യത്യാസമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വിഷയത്തിനകത്തോട്ടൊക്കെ വരുവാണെങ്കിൽ, സിനിമാ വ്യവസായം എന്ന് പറയുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നമ്മളിപ്പോ പറഞ്ഞാൽ മിനിമം വേതനം എന്ന് പറയുന്നതൊക്കെ ആർക്ക് എങ്ങനെ കൊടുക്കുമെന്നും ആരാണ് ഈ ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറയുന്നതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിർണ്ണയിക്കാനേ പറ്റത്തില്ല. വളരെ ഒരു ഗ്യാമ്പിൾ ചെയ്യാവുന്ന ഒരു വ്യവസായം കൂടാണ്. ഒരു തവണത്തെ തുടർച്ചയായി സിനിമ എടുക്കുന്ന ഒരു സ്ഥലത്തൊക്കെ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഒരാളെ അവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പകരം എടുക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചർച്ചയല്ല. എല്ലാ തവണയും പുതിയ ആൾക്കാരെ എടുക്കാൻ പറ്റും. അത് അതിന്റെ ഇൻകൺസിസ്റ്റൻസി ആ നിലവാരത്തിലെല്ലാം കാണണം. അതുകൊണ്ട് മറ്റൊരു തരത്തിൽ, അതുകൊണ്ട് ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞ, ചാൻസ് ചോദിച്ച് ചെല്ലുന്ന ജോലിക്കാർക്ക് അത് കഴിഞ്ഞ് അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് സിനിമ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ മുതലാളി സഹിതം അപ്രത്യക്ഷമായി പോകും. അപ്പൊ ഒരു ഉത്സവകാലത്ത് നടക്കുന്ന കച്ചവടത്തിനപ്പുറത്തോട്ട് ഇതിനൊരു കൺസിസ്റ്റൻസിയും കൂടി ഇല്ല. ഒരു ഫാക്ടറിക്കകത്ത് അല്ലെങ്കിൽ മറ്റൊരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്നത് പോലെ ചെയ്തെടുക്കാനും എളുപ്പമല്ലാത്തതാണ്. പക്ഷെ കേരളം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി മാറ്റം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ഥലമാണ് ജെൻഡറും കാസ്റ്റും. ഇത് രണ്ടെണ്ണത്തിനകത്തും എന്തെങ്കിലും ഒരു പെനിട്രേഷൻ നടക്കാനായിട്ട് ഈ ഒരു മൂവ്മെന്റ് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഗവൺമെന്റ് വീണുപോകും, നല്ല സാധ്യതയാണ്. കാരണം അതുകൊണ്ടാണ് അവർ 4 വർഷം അതിനകത്ത് അങ്ങനെ ഇരുന്നത്. കാരണം ഇത് ആര് തൊട്ടാലും പാടുപെടാൻ പോകുന്ന ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വയം, കാരണം രാഷ്ട്രീയ പാർട്ടി എല്ലാം ഈ സിനിമാ ഇൻഡസ്ട്രി തന്നെയാണ്. വനിതാ സഖാവോ അല്ലെങ്കിൽ വനിതാ നേതാവോ അവിടെ എത്തിപ്പെട്ടിട്ട് അവരുടെ ജീവിതം ഇതിനേക്കാളും മോശമായിട്ട് അനുഭവിച്ചു. അതുമാത്രമല്ല, സരിത കേസിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കന്മാര് സരിതയെയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആ കേസിൽ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഇൻവോൾവ്ഡ് ആണെന്ന് ഇവര്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ കേരളത്തിന്റെ സമൂലം എല്ലാ മേഖലയ്ക്കകത്തും എല്ലാ വീട്ടിനകത്തും ഈ ഹരാസ്മെന്റ് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. വീടിനകത്ത് തന്നെ ഈ ഹരാസ്മെന്റ് നിൽക്കുന്നതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് ജെൻഡറിന്റെ റിയൽ ഇഷ്യൂസ് ടച്ച് ചെയ്യാൻ പറ്റുന്ന, അത് ഇത്രയും പ്രകടമായി എല്ലാവരുടെയും ശ്രദ്ധയുള്ള ഒരു സ്ഥലം. പിന്നെ നമ്മൾ ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ ഈ മേഖല മുഴുവൻ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. സകല പണിയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ലൈംഗിക തൊഴിലും കൂടെ ചെയ്യാതെ ആ പണി നിലനിർത്താൻ പറ്റത്തില്ല. ആളുകൾ എപ്പോഴും പറയാറുണ്ട്, ലൈംഗിക തൊഴിലിൽ നിന്ന് അവരെ മാറ്റി വേറെ തൊഴിൽ കൊടുക്കരുത് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ സകല പണിയും ചെയ്തിട്ടുള്ളവരാണ് ഈ ലൈംഗിക തൊഴിലിൽ നിൽക്കുന്നത്. ഇതുപോലെ നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ ആ ഒരു അങ്ങനത്തെ അവര്, ഞാനൊക്കെ ആദ്യം ഇവരെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ ഈ രക്ഷകരുടെ യുക്തിക്കകത്താണല്ലോ ഈ വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളപ്പോഴും അവർ വേറെ ഒരു തൊഴിൽ കിട്ടി പോകുവാൻ അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലത്, അത് ചെയ്യാം. അന്ന് സൂതമാരിയായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മളെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത്, സാറേ ഈ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഷോക്കായിട്ട് ഇത് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്.
സകല പണിയും കഴിഞ്ഞിട്ട് അവര് പറയുന്നത് ഞങ്ങളുടെ പണി നിലനിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഇപ്പൊ കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണെങ്കിൽ അവർക്ക് മേശരിക്ക് കടന്നു കൊടുത്തിട്ടാണ് അവര് സത്യത്തില് പണി നിർത്തുന്നത്. അവര് ചോദിക്കുന്നത് ഇത് ഞങ്ങൾ എന്തിനാണ് ഈ ഇരട്ടപ്പണി ചെയ്യുന്നത്? 6 മണിക്കൂറും 8 മണിക്കൂറും 10 മണിക്കൂറും നമ്മള് കഠിനാധ്വാനം ചെയ്യുകയും വേണം, ലൈംഗിക തൊഴിൽ ചെയ്യുകയും വേണം കാശ് കൊടുക്കാതെ. അതിനേക്കാളും നല്ലത് ലൈംഗിക തൊഴിൽ ചെയ്താല് വളരെ എളുപ്പത്തിൽ നമുക്ക് കാശും കിട്ടും, 5 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. ഈ യുക്തിക്ക് മുമ്പ് തകർന്നു പോയായിരുന്നു ഞാൻ. നമ്മളിങ്ങനെ മനസ്സിലാക്കുന്ന പോലുമില്ല. അതുപോലെ ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എന്തോ ഇതങ്ങ് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഒരാളുടെ ലൈംഗിക സ്ത്രീകളുടെ ലൈംഗികതയിലാണ് അവരുടെ ഡിഗ്നിറ്റി മുഴുവൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ കന്യാചർമ്മത്തിലാണ് അവരുടെ ഡിഗ്നിറ്റി നിൽക്കുന്നത്. അത് ഒരിക്കൽ കളഞ്ഞിച്ച് രണ്ടാമത് കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് തുന്നിച്ചേർക്കുവോ? ഇനി അത് മാത്രമല്ല, ലൈംഗിക തൊഴിലിലേക്ക് ഒരു പെണ്ണിനെ എത്തിപ്പെടുത്തിയ ആളുകള് ഇവരെ വേറൊരു തൊഴിൽ നമ്മൾ കൊണ്ടുപോയാൽ അവിടെ പോയി പണിയെടുക്കത്തില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്ത്രീകൾക്ക് വേറൊരു തൊഴിൽ കൊടുക്കണമെങ്കിൽ അവരെ നാട് കടത്തേണ്ടി വരും, അല്ലാതെ പറ്റത്തില്ല. കാരണം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ഇതൊക്കെ. അപ്പൊ ഇതുപോലുള്ള എന്നാൽ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ഏത് സ്ഥലത്തും, ബാർഗെയിനിങ് ഇല്ലാതിരിക്കുന്ന ഏത് സ്ഥലത്തും ഈ പറയുന്ന ജെൻഡറോ അല്ലെന്നുണ്ടെങ്കിൽ കാസ്റ്റോ വളരെ ശക്തമായി വർക്ക് ചെയ്യും. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ട്രാൻസ്ഫോർമേഷന് ഇത് ഉപയോഗിക്കാൻ കഴിയാൻ പറ്റുന്നത് ഇത് അത്ര പെട്ടെന്ന് മറഞ്ഞു പോകത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് തയ്യാറായ ഒരു ഗവൺമെന്റ് ആ കമ്മീഷൻ വെച്ച റിപ്പോർട്ട് 4 വർഷം അവിടെ മാറ്റി വെച്ചതെന്ന് പറഞ്ഞാൽ ഇത് അവർക്കറിയാം അവർ വോട്ട് കിട്ടാതെ പുറത്തായി പോകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് ഒരു ത്രെട്ടാണ്. ഇത് ഇനിയും ഇവരെ മാറ്റി അടുത്ത ഗവൺമെന്റ് വന്നാൽ അവരിത് തൊടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അവരും തൊടാനായിട്ട് എളുപ്പമല്ല. കാര്യമുണ്ട്, കേരളത്തിന്റെ സമൂല മാറ്റത്തിന് സഹായകരമായിട്ട് എല്ലാ വീട്ടിലും ഈ ഹരാസ്മെന്റ് നടക്കുന്ന സ്ഥലമാണ്. ബൊൺസായി ആയ സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ച് അടിമകളാക്കി നിലനിർത്തി ഇതുവരെ ഇണകളെ തെരഞ്ഞെടുക്കാൻ കഴിയാതാക്കിയിരിക്കുന്ന വീടുകളിനകത്ത് നിന്ന് നമ്മൾ എന്ത് വരുമെന്നാ വരുന്നത്? ഈ എക്സ്പ്ലോയിറ്റേഷൻ. ഞാൻ പറഞ്ഞ ഇവിടുത്തെ സെയിൽസ് ഗേൾസ് ഒക്കെ എങ്ങനെ അവരെ തൊഴിൽ നിർത്തും? നഴ്സുമാരെങ്ങനെ ജീവിക്കും? അവര് 15,000 രൂപയുടെ ശമ്പളം വെച്ചിട്ടുണ്ടെങ്കിൽ 6,000 7,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഇനിയും ഈ ടീച്ചേഴ്സ് ആയിരിക്കുന്നവര്, പ്രൈവറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നവര് അവരെങ്ങനെ നിൽക്കുന്ന വിചാരിക്കുന്നത്? ഈ പോലീസിനകത്തിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാ വിചാരിക്കുന്നത്? നമ്മളിത് സിനിമാക്കാരുടെ എന്തോ ഒരു സവിശേഷ പ്രശ്നമൊന്നും അല്ല ഇത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് നമ്മളെ മാറ്റാൻ സഹായിക്കും എന്ന് പറയുന്നത്? നമുക്ക് ഈ വിഷയങ്ങളിനകത്തും തുല്യതയെ പറ്റിയും ആളുകൾ നീതിബോധമൊക്കെ പറഞ്ഞു എഴുതുകയും പറയുകയും മാറ്റണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്ന സാധനമൊക്കെ കൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുമ്പോൾ അരങ്ങത്ത് വരുന്ന സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പുരുഷന്മാരാണുള്ളത്. ഇപ്പോഴും ജാതി അനുസരിച്ചിട്ടും മതം അനുസരിച്ചിട്ട് വിവാഹം കഴിക്കുന്നവരാണ്. അപ്പൊ തുല്യരായ പൗരരായിട്ടിരിക്കുന്ന ഒരു ഏരിയ പോലും ഇല്ല. അതിന്റെ ഏറ്റവും അനിശ്ചിതത്വം നിറഞ്ഞിട്ടുള്ള എന്നാൽ ഗ്ലാമർ മുഴുവനും കൂടെ നിൽക്കുന്ന, എന്തെങ്കിലും ചെയ്തൊരു ആ ജോലിയിൽ തുടരാം എന്ന് സമ്മതിക്കുന്നത്. PhD എടുക്കാൻ പോയിട്ടുള്ള സ്ത്രീകൾ എത്രയോ തവണ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇവിടുത്തെ മഹാന്മാരായ കവികളും സാഹിത്യകാരന്മാരും പീഡിപ്പിച്ച സ്ത്രീകളുടെ കണക്കെടുത്താൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ആ ലെവലില് എന്നെ ഷോക്ക് ചെയ്യുന്നു, അത്ഭുതപ്പെടുത്തുന്നു ഒന്നുമില്ല. ഞാൻ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ ഓരോരുത്തരും അവരുടെ ജീവിതം പറയുമ്പോൾ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. ഇത് എല്ലാ മേഖലയിലും നിൽക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അത് കേരളത്തിനെ നവീകരിക്കാൻ പക്ഷേ ഇതിന്റെ ഈ എല്ലാവരുടെയും ശ്രദ്ധയുള്ള ഒരിടമായിരിക്കുന്നുണ്ട്. ഗ്ലാമർ ഇത്രയുള്ളത് ഇവരെ മറക്കാനൊന്നും നോക്കത്തില്ല. എല്ലാ ദിവസവും നമ്മൾ കാണേണ്ടി വരും, സിനിമയ്ക്കകത്ത് കാണേണ്ടി വരും. അത് കാരണം ഇവരെ മറക്കാനോ ഈ കഥ മറന്നു പോകാനൊന്നും നോക്കത്തില്ല. അതാണ് ഇതിനകത്ത് ഞാൻ ആകെ കാണുന്ന സവിശേഷമായ വ്യത്യാസം. ഇപ്പൊ നമുക്കൊരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇഷ്യൂവോ നമ്മൾ രണ്ടാമത് ഓർക്കാനും കാണാനും നോക്കത്തില്ല. ഇതെങ്ങനെയാണോ? സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണും. നമുക്ക് സിദ്ദിഖിനെ കാണാതിരിക്കാൻ പറ്റുമോ? നമുക്ക് മോഹൻലാലിനെ കാണാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഉർവശിയെ കാണാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഇവരെ ആരും കാണാതിരിക്കാനായിട്ട് നമ്മൾ ടെലിവിഷൻ തുറന്നാലോ സിനിമ കണ്ടാലോ നമ്മൾ കാണാതിരിക്കാനൊക്കെ ഇവരെ എല്ലാവരും കാണുമ്പോൾ ഈ കഥ മുഴുവൻ ഓർത്തു പോകത്തില്ലേ? അതാണ് ഇതിനകത്തെ സവിശേഷമായ വ്യത്യാസം. നമുക്ക് ഒരു പുതിയ ന്യൂസ് വരുമ്പോൾ മറന്നു പോകും എന്ന് പറയുന്നത് പോലെ മറക്കാൻ പറ്റത്തില്ല. ഇതൊരു ഭയങ്കര സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്.
അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനി അതിനകത്ത് ഒരു പേരും പറഞ്ഞില്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ലെന്നാ ഞാൻ പറയും. എനിക്ക് പേര് കിട്ടി കുറച്ചു പേരെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം നേരെയാകും എന്നുള്ള തിരുത്തലൊന്നുമില്ല. സ്ത്രീ പുരുഷ ബന്ധത്തിനകത്തെ എല്ലാ മേഖലയിലും ഇത് ടച്ച് ചെയ്യും. ഈ റിപ്പോർട്ട് വെറും അതിന്റെ ആ സജഷൻസ് കൊണ്ട് തന്നെ, റെക്കമെൻഡേഷൻസ് മാത്രം കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യും. ഞാൻ അതുകൊണ്ട് കുറച്ച് കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവരെ ശിക്ഷിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കും അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരെയും പിരിച്ചുവിടേണ്ടി വരും. വീടുകളിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പെരുമാറുന്ന സാധനത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പെമ്മക്കളെ വളർത്തുന്ന സമയത്ത് പുറത്തു വിടാതെ ഇതിനകത്തിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, എല്ലാ ക്ലാസ് റൂമിനകത്ത് ഹാരാസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എത്ര അധ്യാപകരെയാണ് നമ്മൾ ഇപ്പൊ മീറ്റു വരുന്ന സമയത്ത് നമുക്ക് ഷോക്കിംഗ് ആയ മനുഷ്യരുടെ പേരിലല്ലയോ വരുന്നേ. എങ്ങനെയാണ് അതൊക്കെ വരുന്നത്? ഒരു 40 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ എന്താണ് പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതം നമ്മൾ വെറുതെ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ഒരു 40 വർഷം മുമ്പ് അപ്പുറത്ത് കഴിഞ്ഞു പോയത് കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹം മഹാനായ കവിയായിട്ട് തുടരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ചത്തുപോകത്തില്ലേ ഇന്നാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗവക്കുകൾ ആയിട്ടിരിക്കുന്നവർ കൂടെ. അതായത് ഈ പണികളെല്ലാം എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന മര്യാദയ്ക്ക് സിവിലൈസ്ഡ് ആയിട്ട് പരസ്പരം പെരുമാറുന്ന പൗരരെ സൃഷ്ടിക്കുന്ന പണിയിലേർപ്പെടാതെ നമ്മൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കട്ടെ. അതുകൊണ്ടാണ് ഇത് കേരളത്തിനെ സവിശേഷമായി മാറ്റാൻ കഴിവുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്തോ അത് കഴിഞ്ഞിട്ട് ഈ മൈനോറിറ്റി ഇഷ്യൂസ് എടുക്കുന്ന സമയത്തോ, സെക്ഷുവാലിറ്റി മൈനോറിറ്റിയുടെ ഇഷ്യൂ എടുക്കുന്ന സമയത്തോ, ഈ സെക്സ് വർക്കേഴ്സിന്റെ ഇഷ്യൂ എടുക്കുന്ന സമയത്തോ ഒക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നിനും കേരളത്തിന്റെ പൊതുബോധത്തിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് കഴിവില്ലാത്ത ഒരു ഏരിയകളാണ്. കാരണം ആൾക്കാർക്ക് മറക്കാൻ പറ്റും. ഒരു ബലാത്സംഗത്തിന്റെ മേളിൽ 4 ദിവസത്തെ അജിറ്റേഷനും പ്രശ്നവും കഴിഞ്ഞ ആളുകൾ മറക്കും. സ്ത്രീധന നിരോധന നിയമം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഡൊമസ്റ്റിക് വയലൻസിന്റെ നിയമം ഉണ്ടാക്കിയിട്ടില്ലേ? ഇതെല്ലാം ഈ മേഖലയല്ലേ. എന്നിട്ട് എന്താണ് അതിനകത്തൊക്കെ അങ്ങനെ തന്നെ തുടരുകയല്ലേ? കാര്യമുണ്ട് ഈ പറയുന്ന പ്രശ്നമാണ്. പക്ഷെ നമുക്ക് നമ്മൾ വിചാരിച്ചാലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആ സിനിമയൊക്കെ കാണണ്ടേ. ഇപ്പൊ നമ്മൾ രാജിവെച്ച സിദ്ദിഖിനോ അല്ലെന്നുണ്ടെങ്കിൽ രഞ്ജിത്തിനോ അവരെ എടുത്ത സിനിമ ഇവിടുന്ന് അങ്ങ് പോവോ? അവരെ നമ്മളെങ്ങനെ മറക്കും? എങ്ങനെയാണ് സിദ്ദിഖിനെയൊക്കെ മറക്കുന്നത്? എങ്ങനെയാണ് ദിലീപിനെ എങ്ങനെ നമ്മൾ മറക്കും? അതുകൊണ്ടാണ് ഇത് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനകത്ത് റെക്കമെൻഡേഷൻസിന്റെ ഒരു 4-1 നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ കേരളം ട്രാൻസ്ഫോംഡ് ആവും. അത്ര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ജെൻഡർ വിവേചനത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ലോകം എന്ന് ഞാൻ ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം. ഇതിനകത്ത് എല്ലാ നിലവാരത്തിലും ഇപ്പൊ ഇന്റർനെറ്റ് നിലനിൽക്കുന്ന കാരണം കൊണ്ട് ഇവർ മൂടി വെക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അതാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അന്ന് നമുക്ക് ഇന്റർനെറ്റ് ഇല്ല, ഇത്രയും നമുക്ക് വ്യാപകമായി സോഷ്യൽ മീഡിയ ഇല്ല, നമുക്കൊരു ഭിത്തിയില്ല എഴുതി വെക്കാൻ, നമ്മുടെ അഭിപ്രായം പറയാനോ എഴുതാനോ പറയാനോ പറ്റുന്ന മേഖലകളില്ലായിരുന്നു. അന്ന് ടെലിവിഷനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ പ്രിന്റ് മീഡിയക്കകത്തോ നമ്മൾ ചെയ്താൽ അത് എഡിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള നിലവാരത്തിലാക്കി മാറ്റി കൈ തരുമായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. എന്റെ അഭിപ്രായം, എനിക്കൊരു ദുരിതം ഉണ്ടായി എന്ന് പറയാനൊക്കുന്ന ഒരു സ്പേസ് ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് തന്നതാണ് ഇന്ന് നമുക്ക് ഡെമോക്രസി ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ സകല ശ്രദ്ധയും വഴിതെറ്റിച്ച് കളയാൻ അതിന് ആ ഇന്റർനെറ്റിന് കഴിയുകയും ചെയ്യും. അതിന് മറുവശമുണ്ട്. ഏറ്റവും കൂടുതൽ മനസ്സ് രൂപപ്പെടുത്തുന്നത് ഈ മേഖലയാണെങ്കിൽ അതിനകത്തൂടെ നമ്മളെ പരമാവധി കണ്ണ് മഞ്ഞളിപ്പിച്ച് കളയാനുള്ള കഴിവുമുണ്ട്. കാരണം മിസ്ഇൻഫർമേഷൻ പരമാവധി തരാൻ പറ്റുന്ന സ്ഥലവും കൂടെ. പക്ഷെ ഒരു ഗവൺമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട്, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ആരെങ്കിലും കയറി മീറ്റു പറയുന്ന പോലെ അല്ലത്. റിക്വസ്റ്റഡ് ആയിട്ട് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്ത് ഒരു ജഡ്ജി അതിനകത്തിരുന്ന് കൃത്യമായി നടത്തിയ നിരീക്ഷണങ്ങളുടെ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു രേഖ നമുക്ക് കിട്ടിയത്. എങ്ങനെയാണ് ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ജാതി സെൻസസ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിന് ഇനി വരുന്ന സെൻസസിനകത്ത് ആ ഏരിയ കൂടെ നമ്മൾ കവർ ചെയ്യാൻ കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കാണിക്കാനും അതിന് കറക്ഷൻ മെഷേഴ്സ് എടുക്കാനും സഹായിക്കും.
അതുകൊണ്ട് ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ മേഖലയ്ക്കകത്തേക്കും ഒരു കണ്ണ് കാണാനും അതിനകത്തേക്ക് ഒരു നോട്ടം എത്തി ആ നോട്ടം കൊണ്ടുണ്ടാക്കുന്ന എന്താ പറയണ്ട അടിസ്ഥാനങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഇനി ഒരു പ്രതീക്ഷയ്ക്കുള്ള സ്ഥലം. അതുകൊണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കാമെങ്കിൽ ഈ നടക്കുന്ന എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളായിരുന്നെങ്കിൽ ഇത് നേരത്തെ ചെയ്തേനെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്ന ഡിസ്കഷൻ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ആരാതിനകത്ത് തൊട്ടാലും അവർക്ക് വോട്ട് പോകും. ഈ ഞാൻ മന്ത്രിസഭ വീണു പോകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ ഇഷ്യൂ അവർക്ക് അത്ര എളുപ്പമല്ല. വെറുതെ അല്ല അവർ 4 വർഷം വെറുതെ ഇത് പിടിച്ചു വെച്ചോണ്ടിരുന്നത്. അവർക്കും കാണാത് അപകടമാണിത്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളിനകത്തിരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഇങ്ങനെ അല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് ഇടത്തളങ്ങൾ എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ എഴുതത്തിൽ IAS എഴുതിയ കഥകളൊക്കെ അല്ലേ, അതൊക്കെ വെറുതെ അതിനകത്തോട്ട് ഒന്ന് പാളി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ മേഖല മുഴുവൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുത്തനുണ്ടല്ലോ, അയാൾ എന്ത് ചെയ്തെന്നായിരുന്നു പറയുന്നത്? ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ ഈ ട്രേഡ് ഇൻഡസ്ട്രി ഏതെങ്കിലും നിലവാരത്തിൽ സർവീസ് സെക്ടർ മുഴുവനും ഇത് മുഴുവൻ എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് എല്ലാം നിലനിൽക്കുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊരു ഞാൻ പറഞ്ഞല്ലേ ഇത് കട്ടിങ് അക്രോസ് ഓൾ ക്ലാസ്. അതുപോലെ എല്ലാ മേഖലകളിലെയും സമഗ്രമായ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസിനെയും ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനെയും ഒരുപോലെ തുറന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട്. ഞാൻ ഈ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ചെയ്യുകയും പറയുകയും സംസാരിക്കുകയും ചെയ്തിരുന്നതിന്റെ ഒരു വലിയ സാമൂഹികമായ രേഖ ഉണ്ടായതായിട്ടാണ് ഞാൻ കാണുന്നത്. പൊരി കത്തിച്ച് നമ്മുടെ ഈ പുരങ്ങളും കത്തിച്ച് കളയേണ്ടതുണ്ട്. ആ കത്തിച്ച് കളയാനായിട്ട് ഈ സിസ്റ്റംസ് ഒന്ന് റീസ്റ്റഡി ചെയ്യാനും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവനും നവീകരിക്കാൻ ഇത് സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് കെട്ടുപോകാതെ നോക്കേണ്ടത് നമ്മുടെ പണി. സാമൂഹികവും രാഷ്ട്രീയവും മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേർക്കും ഈ കത്തിച്ച തിരി കെട്ടുപോകാതെ ഈ എന്തൊക്കെയാണോ ചുട്ടുകളയേണ്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏരിയ മുഴുവൻ തൊടാൻ പറ്റും. അതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത്.